സൂപ്പർ ഗവൺമെന്റ് ആകാൻ നോക്കേണ്ട. അദാനി ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ധാർഷ്ട്യത്തിന് മുഖത്തടിച്ചതുപോലെയുള്ള മറുപടിയുമായിട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ രംഗത്തെത്തുമ്പോൾ അണിയറയിൽ നിർണായകമായത് എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിന്റെ ശക്തമായ ഇടപെടൽ തന്നെയാണ്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ചൊല്ലി അണിയറയിൽ നടന്ന വലിയൊരു ഒത്തുകളിയാണ് ഇപ്പോൾ വെളിച്ചത്തേക്ക് എത്തിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ പൂർണ്ണമായിട്ടും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് വിഴിഞ്ഞം പോർട്ട് കമ്പനിയുടെ 49% ഓഹരികൾ സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായുള്ള അന്താരാഷ്ട്ര കപ്പൽ കമ്പനിയായ MSC ഗ്രൂപ്പിന് കൈമാറാൻ അദാനി ഗ്രൂപ്പ് രഹസ്യ നീക്കം നടത്തി. 10,000-ലധികം കോടി രൂപയുടെ ഈ വമ്പൻ രാജ്യാന്തര ഡീൽ അദാനി ഗ്രൂപ്പ് ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിച്ചതോടെയാണ് കളി മാറിയത്. മാധ്യമ വാർത്തകളിലൂടെ മാത്രം ഈ വിവരമറിഞ്ഞ ഭരണ നേതൃത്വങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഡൽഹിയിൽ നിന്നും കെ.സി. വേണുഗോപാൽ MP മുഖ്യമന്ത്രി വി.ഡി. സതീശനെ നേരിട്ട് ഫോണിൽ വിളിക്കുകയായിരുന്നു. ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റിനെ മറികടന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ഓഹരികൾ വിറ്റഴിക്കാൻ അദാനിക്ക് ആരാണ് അധികാരം നൽകിയതെന്ന കടുത്ത ചോദ്യമാണ് കെ.സി. വേണുഗോപാൽ ഉയർത്തിയത്. കേരളത്തിന്റെ തന്ത്രപ്രധാനമായ ഒരു പൊതുസ്വത്ത് കോർപ്പറേറ്റുകൾക്ക് അവരുടെ ഇഷ്ടപ്പടി കൈമാറാൻ അനുവദിക്കില്ല എന്നും കരാർ വ്യവസ്ഥകൾ ലംഘിച്ച അദാനി ഗ്രൂപ്പിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുമായിട്ട് മുന്നോട്ട് പോകണമെന്നുമാണ് കെ.സി. മുഖ്യമന്ത്രിയോട് കർശനമായിട്ട് ആവശ്യപ്പെട്ടത്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ സ്വാധീനമുള്ള MSC പോലെയുള്ള ഒരു കമ്പനിക്ക് മുൻകൂർ അനുമതിയില്ലാതെ ഓഹരികൾ കൈമാറുന്നത് സുരക്ഷാപരമായും സാമ്പത്തികപരമായും സംസ്ഥാനത്തിന് വരുത്തിവെക്കുന്ന വലിയ കെണിയെക്കുറിച്ചും കെ.സി. വേണുഗോപാൽ മുന്നറിയിപ്പും നൽകി. കെ.സിയുടെ ഈ ഒറ്റ ഫോൺ കോൾ തിരുവനന്തപുരത്ത് ഫയലുകളെ വേഗത്തിൽ ചലിപ്പിച്ചു. തൊട്ടു പിന്നാലെ അദാനിയെ നിലക്കു നിർത്താൻ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നേരിട്ട് രംഗത്തേക്കിറങ്ങി. വിഴിഞ്ഞം പദ്ധതിക്കായി ഒപ്പുവെച്ച കൺസഷൻ കരാറിലെ ക്ലോസ് 5.3 അദാനി ഗ്രൂപ്പ് പച്ചയായിട്ട് ലംഘിക്കുകയായിരുന്നു. കരാർ പ്രകാരം 25% മുകളിൽ ഓഹരി കൈമാറ്റം നടന്നാൽ അത് സർക്കാരിന്റെ മുൻകൂർ അനുമതിയോടെ മാത്രമേ ചെയ്യാവൂ എന്ന് കർശനമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ വ്യവസ്ഥകളെല്ലാം കാറ്റിൽ പറത്തി സർക്കാരിനെ വെറും കാഴ്ചക്കാരാക്കി നിർത്തിക്കൊണ്ട് സൂപ്പർ ഗവൺമെന്റ് ആകാൻ നോക്കിയ അദാനിക്കാണ് ഇപ്പോൾ ശക്തമായ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ച പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നിരയുടെ ആശങ്കകൾക്ക് മറുപടി നൽകവേ സംസ്ഥാന താൽപര്യം പൂർണ്ണമായിട്ടും സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചും കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് ലൈന് തന്നെ പകുതിയോളം ഓഹരികൾ നൽകുന്നത് വിപണിയിൽ കടുത്ത കോർപ്പറേറ്റ് കുത്തക സൃഷ്ടിക്കുമെന്നും പ്രാദേശിക കയറ്റുമതിക്കാരെ തകർക്കുമെന്നും പ്രതിപക്ഷം മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അദാനി മാനേജ്മെന്റിനെ നേരിട്ട് വിളിച്ച് കടുത്ത അതൃപ്തി അറിയിക്കുകയും കൺസഷൻ കരാർ ലംഘിച്ചാൽ വിട്ടുവീഴ്ചയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തതോടെ അദാനി ഗ്രൂപ്പ് പ്രതിനിധികൾ ഒടുവിൽ ഓടിയെത്തി. പോർട്ട് വകുപ്പ് സെക്രട്ടറിക്കും വിസിൽ അധികൃതർക്കും ഔദ്യോഗികമായിട്ട് അനുമതി തേടിക്കൊണ്ടുള്ള അപേക്ഷ അവർ സമർപ്പിച്ചു കഴിഞ്ഞു. നിലവിൽ ഈ നിർദ്ദേശം നിയമപരമായ കടുത്ത പരിശോധനകൾക്കായി സംസ്ഥാന നിയമവകുപ്പിന് കൈമാറിയിരിക്കുകയാണ്. ദേശീയ സുരക്ഷ, പൊതുതാൽപര്യം, വിപണിയിലെ ആരോഗ്യകരമായ മത്സരം, സംസ്ഥാനത്ത് ലഭിക്കേണ്ട റവന്യൂ വിഹിതത്തിന്റെ സംരക്ഷണം, തുറമുഖത്തിന്റെ ദീർഘകാല വികസനം എന്നീ 5 സുപ്രധാന കാര്യങ്ങൾ മുൻനിർത്തി രൂപീകരിക്കുന്ന ഉന്നതതല സമിതിയുടെ കർശന പരിശോധനയ്ക്ക് ശേഷമേ ഇനി സർക്കാർ ഇതിൽ ഒരടി മുന്നോട്ട് വയ്ക്കൂ. തന്ത്രപ്രധാനമായ ഒരു തീരദേശ മേഖല ആയതുകൊണ്ട് തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെയും ക്ലിയറൻസും ഇതിന് ആവശ്യമുണ്ട്. സർക്കാരിനെ വെട്ടിച്ച് കാര്യങ്ങൾ സാധിക്കാമെന്ന് കരുതിയ അദാനിക്ക് കേരളത്തിൽ അത് നടക്കില്ല എന്ന കൃത്യമായ സന്ദേശമാണ് ഈ സംഭവത്തിലൂടെ മുഖ്യമന്ത്രി വി.ഡി. സതീശനും സർക്കാരും നൽകിയിരിക്കുന്നത്.